ആഹാ, ഇത് എന്ന് തുടങ്ങി രവിയേട്ടാ? ജയിലിന്ന്. ജയിലിൽ എന്റെ വിങ്ങിലെ ഗാർഡ് ആളൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഒരു കിഴവൻ. രാത്രിയില് അഴിക്കപ്പുറത്ത് നിന്ന് അയാൾ അങ്ങനെ പുകച്ച് തള്ളുന്നത് കാണുമ്പോ കൊതി തോന്നും. ആ സിഗരറ്റിന്റെ പുകയ്ക്ക് പുറം ലോകത്തിന്റെ ഒരു മണം. നിനക്ക് മനസ്സിലാവൂ എന്താ പറയുക? സ്വാതന്ത്ര്യത്തിന്റെ ഒരുതരം കൊതിപ്പിക്കുന്ന മണം. ദുസ്സഹാദ്, a stench of freedom. ജയിലിലൊരു വലിയ ഏമാനെ തല്ലിയിട്ട് എന്നതല്ലേ. ആദ്യമൊക്കെ ചോദിച്ചിട്ടും കിഴവൻ ഒരു പുക പോലും തന്നില്ല. പിന്നെ തടവുള്ളി IPS എന്ന കടമ്പ കടന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ അയാൾക്കൊരു അനുകമ്പ തോന്നിക്കാണും. പിന്നെ പിന്നെ വലിച്ചു മതിയാവുമ്പോ അയാൾ കുറ്റി അകത്തേക്ക് എറിഞ്ഞു തരും. അയാളുടെ തുപ്പല് നനഞ്ഞ കുറ്റി വലിച്ചു തുടങ്ങിയ ശീലം. ഫിൽത്തി, ഡിസ്ഗസ്റ്റിംഗ്, ഒബ്സീൻ അല്ലേ? അറപ്പ് തോന്നുന്നുണ്ടോ നിനക്ക്? ഏട്ടൻ അനുഭവിച്ചത് ഓരോന്ന് ഓർക്കുമ്പോ ആ, നിനക്ക് ശിവപ്പയെ പരിചയമുണ്ടോ? ശിവരാമനെ. മാഡത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് കാണാറുണ്ട്. അത് ശരി, ഏട്ടൻ എങ്ങനെ അറിയും ശിവപ്പയെ? രാജ്യം ഭരിക്കുന്നവരും നാട് നീങ്ങിയവരും സ്ഥാനം വെച്ചൊഴിഞ്ഞവരും അടക്കം പുറത്തുള്ള എല്ലാ മാഫിയ അൽക്കപ്പോൺമാരും പോപ്പുലറാ ജയിലിനുള്ളിലും. അപ്പുറത്തും ഇപ്പുറത്തും സെല്ലുകളിൽ നിറച്ച് ഇവരുടെയൊക്കെ പഴയ ഗുണ്ടകളാണ്, പെട്ടുപോയവർ. പണ്ട് ഉറക്കൊളച്ചിരുന്ന് കാണാതെ പഠിച്ച ബ്രിട്ടീഷ് ചരിത്രവും ഇന്ത്യ ചരിത്രവും ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയും ഒക്കെ മറന്നിട്ട് ഏട്ടനിപ്പോ ജയിലിൽ കേട്ട് പഠിച്ച ചരിത്രങ്ങളാണ് ഓർമ്മ. ഗൗഡയുടെയും ചന്ദ്രയുടെയും ശിവപ്പയുടെയും ഒക്കെ വീരചരിതങ്ങൾ. ഹരി, എനിക്ക് ഈ ശിവപ്പയെ ഒന്ന് കാണണം. നിന്റെ മാഡം ഉണ്ടല്ലോ, മിസ് ഫെലിക്സ്, അവരറിയണ്ട. കുഡ് യു അറേഞ്ച് എ മീറ്റിംഗ്? യെസ്. ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരി അവളാണെന്ന് സാന്ദ്ര പറഞ്ഞില്ലേ? അതുപോലൊരു കുറ്റബോധം എനിക്കുണ്ട്. പക്ഷേ ഗൗഡയുമായിട്ടൊരു പോരിനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഞാൻ സഹായിക്കില്ല. ഇപ്പൊ തന്റെ മനസ്സിലുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ തമ്മിത്തല്ല്, ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന പരിപാടി, അതൊരു വല്ലാത്തൊഴുക്കാണ്. ഒരിക്കൽ കാലിലത്ത് വെച്ചാ പിന്നെ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റിയെന്ന് വരില്ല. നിനക്കൊന്നും ഇഷ്ടപ്പെടുക എന്നറിയാം. പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞൊരു പഴയ ക്രിമിനലിന്റെ ഫിലോസഫി അല്ലേ? ബോറടിക്കും. പക്ഷേ അനുഭവം കൊണ്ടറിഞ്ഞതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റുന്നതിന് അപ്പുറം ശക്തി ഉണ്ടവന് ഗൗഡയ്ക്ക്. പകയും ചങ്കൂറ്റവും കൊണ്ട് ശ്രമിച്ചതാ, തോറ്റു. ചങ്കൂറ്റവും അധികാരം ഉണ്ടായിട്ട് തന്റെ ചേട്ടൻ തോറ്റു. താനും തോക്കും, അവൻ തോപ്പിക്കും. മറിച്ച് തെളിയിച്ചാൽ എനിക്ക് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാമോ? എന്താ തന്റെ ഉദ്ദേശം? യു വിൽ കം ടു നോ ഓഫ് ഇറ്റ്. വാടാ. ശിവപ്പ നോയിക്കോ, ഗഡ്സ് ഉള്ളവനാ. അതെ, ചിലപ്പോ ഇയാൾ എന്തെങ്കിലും ഒപ്പിക്കും. ഗോവിന്ദൻ IPS. രവിയേട്ടൻ എന്തു പറ്റി? എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ദൈവമല്ലേ, പടം വെച്ച് പൂജിക്കാന്ന് വിചാരിച്ചു. ഭജഗോവിന്ദം. വായിച്ചില്ലേ നീ പത്രത്തില്? ഗോവിന്ദൻ IPS കൺഫർ ചെയ്ത് കിട്ടാൻ പോകുന്നു. മുകളിൽ നിന്ന് ആരുടെയോ ഔദാര്യം. കൺസിഡറിംഗ് ഇസ് നൊട്ടോറിയസ് സർവീസസ്. നാളെ രാത്രി മലയാളികളുടെ ക്ലബിൽ സ്വീകരണം. ഹരി, നിന്റെ മാഡത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ ഈ കൈരളി ക്ലബിൽ? അറിയില്ല. വൈ? വാ.
ഹലോ, കൈരളി ക്ലബ് സെക്രട്ടറിക്ക് ഒന്ന് കൊടുക്കൂ. ദിസ് ഇസ് ഫ്രം DCP's ഓഫീസ്. അതെ, ഒരു വിവരം അറിയണം. നാളത്തെ ഗസ്റ്റ് ലിസ്റ്റിൽ മിസ് അലക്സാൻഡ്ര അമിലിയ ഫെലിക്സിന്റെ പേരുണ്ടോ? നോ? ഇസ് ഷി എ മെമ്പർ? ഗുഡ്. അവരുടെ പേര് ഇന്ന് തന്നെ അതിഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ആൻഡ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ ബൈ ഹാൻഡ്. ഇപ്പൊ തന്നെ വേണം സർ. നാളത്തെ ചടങ്ങിന് ഇന്ന് രാവിലെയെങ്കിലും ക്ഷണിച്ചില്ലെങ്കിൽ അതിന്റെ നാണക്കേട് ഗോവിന്ദൻ സാറിനല്ലേ. പ്ലീസ്. താങ്ക് യു. ഡാഡിയുടെ കാലത്തുള്ള മെമ്പർഷിപ്പ് ആയത്. ബട്ട് ഐ നെവർ ലൈക്ക് ദാറ്റ് പ്ലേസ്. അറിയാം, ഇഷ്ടമല്ലെന്നറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ മാഡം എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മാഡത്തിന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ആ ചടങ്ങിലൊന്ന് കടന്നുകൂടാൻ പറ്റില്ല. ലുക്ക് രവി, യൂഷ്വലി ഞാൻ ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊന്നും പോകാറില്ലെന്നല്ലേ? ഞാനും പോകാറില്ല. അല്ലെങ്കിൽ തന്നെ ജയിലിൽ ആർക്കാ മാഡം ഈ പാർട്ടിയും ആഘോഷങ്ങളും ഒക്കെ? ഓക്കെ, എഗ്രീഡ്. നമുക്ക് ഒരുമിച്ച് പോവാം. താങ്ക് യു മാഡം. അതെ, ഈ മാഡം എന്നുള്ള വിളിയുണ്ടല്ലോ, അതെന്റെ സ്റ്റാഫിന്റെ മാത്രം പ്രിവിലേജാ. യു ക്യാൻ കോൾ മീ സാൻഡ്ര. ഷുവർ മിസ് സാൻഡ്ര. ഓ സോറി, രവിക്ക് കുടിക്കാൻ എന്താന്ന് ചോദിച്ചില്ല. എന്താ വേണ്ടത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, സംതിങ് ഹോട്ട്. യു മീൻ ലിക്കർ? അങ്ങനെ ശീലമായിട്ടൊന്നുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഏട്ടന്റെ കൂടെ, വല്ലപ്പോഴും. ബട്ട് ടുഡേ 2 എണ്ണം വീശിയിട്ടാണെങ്കിൽ ഒരു ധൈര്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. ബുദ്ധിമുട്ടാണെങ്കിൽ ഏയ് നെവർ, പ്ലീസ് കം. ഇതൊക്കെ ഡാഡിയുടെ കളക്ഷൻസാ. ഡാഡി മരിച്ച പിന്നെ തുറന്നിട്ടില്ല. What would you have? Cognac? Chivas? Champagne? What do you like? Come on. Help yourself. താങ്ക് യു. എന്താ ഇത്? എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാൻ രവി തീരുമാനിച്ചല്ലേ. ഒരായുധം ഉണ്ടാവട്ടെ കയ്യില്. സ്വയരക്ഷയ്ക്കെന്ന് കരുതിയാ മതി. ഇതും ഡാഡിയുടെ കളക്ഷൻ? ആ യെസ്. നമ്മുടെ ക്ലബിന്റെ മുൻ പ്രസിഡന്റും സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായ ശ്രീ ഗോവിന്ദനെ ഈ IPS സ്ഥാനലബ്ധിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സോറി, ശിക്ഷ കഴിഞ്ഞു. 2 വർഷം കഠിന തടവ്. 2 വർഷം കൊണ്ടൊരു പുരുഷായുസ് അവസാനിച്ചു പോകുമെന്ന് കരുതി അല്ലേ? ബട്ട് എനിക്ക് തെറ്റി. As I swore, I am back. मैं वापस आया हूं भाई साहब. നിനക്കിപ്പോ എന്താടാ വേണ്ടത് റാസ്കൽ? Hey, easy man. രവി, Look,
ഇത് നിങ്ങളുടെ ദിവസമാണ്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിലും ഇത് ഗോവിന്ദൻ എന്ന നായയുടെ ദിവസമാണ്. എന്താ ഇത്? എന്താ സർ? പിടിച്ചു പുറത്ത് കളയിച്ചെന്തിയെ? പ്ലീസ് ലുക്ക് ജെന്റിൽമെൻ ആൻഡ് ലേഡീസ്. ആരാണോ? പറയാം. ലീവ് മീ അലോൺ. ഹേയ്, ഡോണ്ട് ടച്ച് മീ. പറയാം. ഐ ആം ആൻ എക്സ് കോൺവിക്ട്. ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ മാന്യാതിഥിയെ മുമ്പൊരിക്കൽ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാനും കൊല്ലാനും ശ്രമിച്ചതിന് 2 വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ജയിൽ പുള്ളി, ക്രിമിനൽ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ. എന്നോടാ പറഞ്ഞത്? എടുക്കണോ കൈ? എടുക്കടാ. ഇദ്ദേഹത്തിന് ഇപ്പം മുകളിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കി കിട്ടിയതുപോലുള്ള സ്ഥാനമില്ലേ? IPS. 2 വർഷം മുമ്പ് ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പാസ്സായവൻ. But I lost it. I lost my IPS between the cup and the lip because of this bastard. You bloody... Please. നിങ്ങൾക്ക് അറിയില്ല അവനെ. മാന്യതയുടെ ഈ പുറന്തോടിനുള്ളിലെ യഥാർത്ഥ ഗോവിന്ദനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. He is a pimp. അർഹത കൊണ്ട് കിട്ടിയതല്ല. അധികാരികളുടെയും അധോലോക രാജാക്കന്മാരുടെയും വീട്ടില് അടിച്ചു തളിച്ചും അരിയാട്ടിക്കൊടുത്തും അടുക്കളപ്പണി ചെയ്തും അകത്തുള്ളോളുമാരുടെയൊക്കെ അടിപ്പാവാട വരെ നനച്ചു കൊടുത്തും കിട്ടിയ പദവികളെ അവനുള്ളൂ. അതിന്റെ മാന്യത അവനുള്ളൂ. He is a cheap, impudent bastard. മൈൻഡ് യു, യു ആർ ബീങ് ടേപ്ഡ്. ഇത്തവണ കള്ളത്തെളിവ് ഉണ്ടാക്കി കോടതിയെ കബളിപ്പിക്കാൻ കഴിയില്ല സർ. സോറി. Bear it in your mind. ഈ IPS നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. By hook or crook. Thank you and up yours. എനിക്കറിയാം, ഏട്ടന്റെ ഒപ്പം ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല അല്ലേ? അതല്ലേ ഏട്ടന്റെ മനസ്സിൽ? ഹരി, തിരിച്ചൊരു തവണ കൂടി ജയിലിൽ പോകേണ്ടി വന്നാലും പുറത്ത് ഏട്ടത്തിക്കും സുതയ്ക്കും നീ ഉണ്ടാവണം. അതാണ് ഏട്ടന്റെ ആശ്വാസം. പിന്നെ കണക്ക് തീർക്കുന്നതിലും അപ്പുറം വേറെ ഇല്ലേ നിനക്ക് കടപ്പാടുകൾ? രേഖ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെയും കണക്കുകൂട്ടിയതുപോലെ അല്ലല്ലോ ഏട്ടാ ഒക്കെ സംഭവിച്ചത്. സോ forget that. No. പ്ലീസ്. ഏട്ടൻ തനിച്ച് ഗൗഡയ്ക്കെതിരെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ വെറുതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഏട്ടന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായാലും ഒപ്പം ഞാനും ഉണ്ടാവും. ദാറ്റ്സ് ഫൈനൽ. ഏട്ടൻ ജയിലിൽ നിന്ന് വരാനാ ഞാനും ഇതുവരെ കാത്തത്. ഹരി, ഞാൻ പറയുന്നത് നീ ഒന്ന്... നോ പ്ലീസ് രവിയേട്ടാ, don't count me out, okay? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മാഡം എവിടെ? 10:30 ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഷീസ് കമ്മിങ് സാർ. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് മാഡം. ഓ മൈ ഗുഡ്നസ്, ഞാൻ ശരിക്കും ലേറ്റായി അല്ലേ? ആസ് യൂഷ്വൽ. അതാ സ്പീച്ച് നോട്ട്സ് ഇതിലുണ്ട്. കം ഓൺ. ഹരി, ഈ ടെൻഷനിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ ശരിയാവില്ല, പ്ലീസ്. ഓക്കെ.